മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിതയും സ്റ്റാൻലിയും ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ വെച്ച് വൈജയന്തിയും സ്റ്റാൻലിയും പരസ്പരം കണ്ടുമുട്ടി സ്തംഭിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വൈജയന്തി ശിവശങ്കരനെ അറിയിക്കുകയാണ്. എന്തായിരിക്കും ബബിതയും സ്റ്റാൻലിയും തമ്മിലുള്ള ബന്ധം? ഇനി എല്ലാവരും അറിയുമോ? വൈജ ആകെ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അലീന ചെന്ന് നോക്കുമ്പോൾ ടാനിയ ഒരു വശം ചെരിഞ്ഞ് തലയണയും കെട്ടിപ്പിടിച്ച് അലസമായി കിടക്കുകയായിരുന്നു. അലീന അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ നീ എപ്പോഴും ചടഞ്ഞുകൂടി കിടക്കരുത്. സമയം വളരെ വിലപ്പെട്ടതാ. എന്തെല്ലാം ചെയ്യാനുണ്ട് നിനക്ക്? എനിക്ക് ഒന്നിനും ഒരു മൂടുമില്ല ചേച്ചി. പഠിക്കാനായിട്ട് ബുക്കെടുത്ത് വെച്ച് അരപ്പേജ് വായിക്കുമ്പോഴേക്കും കോൺസെൻട്രേഷൻ പോകും. ഇവിടെ ആണെങ്കിൽ എന്തു ചെയ്യാനും ജോലിക്കാരുമുണ്ട്. നിനക്ക് ജോലിയില്ലെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കണ്ട. എന്റെ കൂടെ വാ, അലീന വിളിച്ചു. ടാനിയ മടിച്ചിരുന്നു. നിന്റെ മമ്മിയുടെ കായും കാലും ഒക്കെ കുഴമ്പിട്ട് മസാജ് ചെയ്യാൻ പോകുക. എനിക്ക് നിന്റെ സഹായം കൂടി വേണം. എനിക്കറിയില്ല ചേച്ചി അതൊക്കെ. അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനാ? നിന്നെപ്പോലെ തന്നെ മടിച്ചുകയറുന്ന ഒരു പെൺകുട്ടിയാ ഇത്രയും ദിവസം ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ അമ്മ കോളേജ് ടീച്ചറാ. അച്ഛൻ സ്വർണ്ണക്കടയും ജോലിക്കടയുമുള്ള മുതലാളിയാ. എന്നിട്ടും അഞ്ജലിയിലെ വീട്ടിൽ അവളൊരു വേലക്കാരിയെപ്പോൾ നിന്ന് ജോലി ചെയ്തില്ലേ? നിന്റെ മമ്മിയെ എത്രയോ ദിവസം അവൾ ശുശ്രൂഷിച്ചു. നീ ചെയ്യാൻ അറക്കുന്ന ജോലി പോലും അവൾ ചെയ്തില്ലേ? മലമൂത്രങ്ങളെടുത്ത് മാറ്റുകയും കുളിപ്പിക്കുകയും വരെ ചെയ്തില്ലേ? എന്തിനു വേണ്ടിയാ? നിന്റെ മമ്മി അവളുടെ ആരെങ്കിലുമാണോ? നിന്നോടോ മമ്മിയോടോ എന്തെങ്കിലും കടപ്പാടുണ്ടോ അവൾക്ക്? 3 നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണോ അവൾ അത് ചെയ്തുകൊണ്ടിരുന്നത്? അഞ്ജലിയിലെ വീട് തൂത്തു തുടയ്ക്കുകയും മുറ്റമടിക്കുകയും വിഴുപ്പലക്കുകയും എച്ചിൽ പാത്രങ്ങൾ കഴുകുകയും ചെയ്തില്ലേ അവൾ? മനുഷ്യരെ, അത് അന്യരാണെങ്കിൽ പോലും സ്നേഹിക്കാനും സഹായിക്കാനും പഠിക്കുമായിരുന്നു അവൾ. എന്നോടുള്ള അലിവ് സ്നേഹവും അവൾ നിങ്ങൾക്ക് കൂടി പങ്കിട്ട് തരികയായിരുന്നു. നീയും അത് ശീലിക്കണം. ടാനിയ വല്ലായ്മയോടെ അലീനയെ നോക്കി. കുറ്റം പറഞ്ഞതല്ല ഞാൻ. ബബിത അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. നിന്റെ മമ്മിയെ നീയല്ലേ നോക്കേണ്ടത്? നിന്റെ കടമയല്ലേ? ഇപ്പോഴേ ചെയ്തു പഠിച്ചോ. നിനക്ക് മുന്നോട്ടാണ് ദൂരെ കൂടുതൽ. പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് തിരുത്താൻ വേണ്ടി മാത്രമായിരിക്കണം. എണീറ്റ് വാ. അലീന അവളുടെ കൈ പിടിച്ച് എൽസമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. അലീന കുഴമ്പ് ചൂടാക്കി വെച്ചിരുന്നു. മസാജ് ചെയ്യുന്ന എങ്ങനെയെന്ന് അവൾ ടാനിയക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ ടാനിയ മസാജ് ചെയ്യുന്നതിൽ എൽസമ്മ പ്രതിഷേധം പ്രകടിപ്പിച്ചു. വേണ്ട. അവർ ടാനിയുടെ കൈ തട്ടിമാറ്റി. നിന്നോട് ദേഷ്യമാ, അലീന പറഞ്ഞു. മമ്മി തീരെ വയ്യാതെ കിടന്നപ്പോ നീ മമ്മിയുടെ അടുത്ത് ചെന്നില്ല. ഒരാശ്വാസ വാക്കുപോലും പറഞ്ഞില്ല. അറപ്പോടെ മാറി നിൽക്കുകയെ ചെയ്തത്. റീതാമ്മ ആന്റി ഓർഫനേജിൽ കൊണ്ട് ചെന്ന് തള്ളാൻ തീരുമാനിച്ചപ്പോ നീ അതിനും കൂട്ടു നിന്നു. അതിന്റെ എല്ലാം ദേഷ്യമുണ്ട് മമ്മിക്ക്. മമ്മി അങ്ങനെ പറഞ്ഞോ ചേച്ചി? എല്ലാം പറഞ്ഞിട്ടാണോ മോളെ നമ്മൾ അറിയേണ്ടത്? പറയാതെ നമ്മൾ ഒരുപാട് അറിയണം. മമ്മിക്ക് സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, അമർഷവുമുണ്ട്. പക്ഷേ അതൊക്കെ മാറും. നീ ഇങ്ങനെ വിചാരിക്കണം. നിനക്ക് വയ്യാത്ത മമ്മിയും ശരിക്ക് തിരിച്ചറിവില്ലാത്ത ഒരനുജത്തിയും ധൈര്യക്കുറവുള്ള ഒരനുജനുമുണ്ടെന്ന്. നീ മാത്രമാണ് വേണ്ടത്ര തൻ്റെടവും ബുദ്ധിയും ആരോഗ്യമുള്ളവൾ. പപ്പയാണെങ്കിൽ മനസ്സുകൊണ്ട് അകന്നു നിൽക്കുന്നു. നിനക്കാണ് എല്ലാവരുടെയും കാര്യത്തിൽ ഉത്തരവാദിത്വം. ഞാനും ബബിതയുമൊക്കെ ഇടയ്ക്ക് വന്നു കയറിയ വഴിയാത്രക്കാർ മാത്രമാണ്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പം നിനക്ക് പറയാൻ കഴിയണം, എൻ്റെ വീട് ഇനി ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി, എന്നെ കൊണ്ടത് പറ്റുമെന്ന്. അലീന പോകുമെന്ന സൂചന ടാന്യക്ക് കിട്ടിക്കഴിഞ്ഞു. അവളിൽ ഒരു നടുക്കം ഉളവാക്കി. അവൾ ഇമ വെട്ടാതെ അലീനെ തന്നെ നോക്കി. അലീന എൽസമ്മയുടെ ഇടത്തെ തോളത്ത് കുഴമ്പ് പുരട്ടി താഴേക്ക് ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ആക്റ്റീവ് റെസിസ്റ്റീവ് എക്സസൈസിന്റെ സമയമാണിത്. കൈകൾക്കും കാലുകൾക്കും കുറേശ്ശെ ബലം വച്ച് തുടങ്ങിയിട്ടുണ്ട്. സംസാരിക്കാം, ഭക്ഷണം കഴിക്കാം, രണ്ടുപേർ താങ്ങിപ്പിടിച്ചാൽ നടക്കാം. ടാനിയ എൽസമ്മയുടെ വലത്തെ കൈ തടവുമ്പോൾ അവർ അല്പം ബലം പിടിച്ചു. അവളോട് പിണക്കം വിചാരിച്ചിട്ട് കാര്യമില്ല ആന്റി. കൊടുത്തതല്ലേ അവൾക്ക് തിരിച്ചു തരാൻ പറ്റൂ. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും പഠിപ്പിച്ചിരുന്നെങ്കിൽ അവരത് തിരിച്ചു തന്നേനെ. പക്ഷേ അവർ പഠിച്ചത് വെറുക്കാനും സംശയിക്കാനും കുറ്റം പറയാനും പകയും ദേഷ്യവും മനസ്സിൽ സൂക്ഷിക്കാനുമാണ്. അലീന എൽസമ്മയോട് പറഞ്ഞു. എൽസമ്മയ്ക്ക് ഒന്നിനും ഉത്തരം പറയാനില്ലായിരുന്നു. അലീന ഇല്ലായിരുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുമായിരുന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവളുടെ കാരുണ്യത്തിലോ സ്നേഹത്തിലോ അവർക്ക് തെല്ലും സംശയമില്ല. ഒന്നും കൊണ്ടുപോകാൻ വേണ്ടിയല്ല അവൾ വന്നിരിക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ ജീവൻ മാത്രമല്ല, തൻ്റെ മക്കളുടെ ജീവിതം കൂടിയാണ് അവൾ മാറോടടക്കി പിടിച്ചിരിക്കുന്നതെന്നും ഇപ്പോൾ അവർക്കറിയാം.
അലീന ചിലപ്പോൾ എൽസമ്മയെ ഉപദേശിക്കും, അല്പം ശാസിക്കും, ചിലപ്പോൾ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഒരനിഷ്ടവുമില്ലാതെ എൽസമ്മ അതെല്ലാം കേട്ടുകൊണ്ട് കിടക്കും. അവൾ അത് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. അവൾക്ക് പറയാൻ അർഹതയും അവകാശമുണ്ട്. താൻ എന്നെങ്കിലും സ്വന്തം കാലിൽ എഴുന്നേറ്റ് നടക്കുന്നുവെങ്കിൽ, തനിക്ക് എപ്പോഴെങ്കിലും സ്വന്തം കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ കഴിയുമെങ്കിൽ, താൻ ഇനി എത്ര കാലം ജീവനോട് ഇരിക്കുന്നുവെങ്കിൽ, അതുവരെ തന്റെ ഓരോ ശ്വാസവും അലീനയോട് കടപ്പെട്ടിരിക്കുന്നു. അവൾ തന്റെ ഭർത്താവായ സ്റ്റാൻലിക്ക് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകളാണെന്ന ഓർമ്മ പോലും ഇപ്പോൾ എൽസമ്മയെ അലട്ടാറില്ല. അവൾ ജനിക്കേണ്ടിയിരുന്നത് തന്നെയാണെന്ന് എൽസമ്മ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കണമായിരുന്നു. 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചവൾ ഇവിടെ വരികയും തങ്ങളുടെയെല്ലാം ജീവിതങ്ങളെ തൊട്ടു തലോടുകയും ചെയ്യേണ്ടത് ദൈവകൽപിതമായ ഒരു നിയോഗമാണെന്ന് പോലും എൽസമ്മ കരുതുന്നു. അലീനയുടെ കൈപിടിച്ച് എഴുന്നേൽക്കാനും നടക്കാനും കഴിയുമെന്ന് അവർക്കിപ്പോൾ ഉറച്ച വിശ്വാസമുണ്ട്. കാലുകൾ കൂടി മസാജ് ചെയ്ത ശേഷം അലീന ടാനിയയുടെ സഹായത്തോടെ എൽസമ്മയെ കമത്തിക്കിടത്തി. ഇനി പുറം മസാജ് ചെയ്യണം. ടാനിയയുടെ കൈ കഴിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നീ അല്പം വിശ്രമിച്ചോ, അലീന പറഞ്ഞു. ഞാൻ വിചാരിച്ച പോലെ എളുപ്പമല്ല കേട്ടോ, കുറച്ചു ബുദ്ധിമുട്ടാ. ടാനിയ കൈ നിവർക്കുകയും മടക്കുകയും ചെയ്തു. അലീന മമ്മിയുടെ പുറംതിരുമുന്നത് നോക്കിക്കൊണ്ട് ടാനിയ കട്ടിനരികെ നിന്നു. പെട്ടെന്ന് കാതോർത്തിട്ട് അവൾ പറഞ്ഞു, ചേച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. നീ പോയി അത് എടുത്തോണ്ട് വാ മോളെ. ന്യൂസ് പേപ്പർ എടുത്ത് അത് നല്ലപോലെ കൈ തുടച്ചിട്ട് എടുക്കണേ. ടാനിയ അലീനയുടെ മുറിയിലേക്ക് പോയി. റിങ് ചെയ്ത് തീരാറായി. അറ്റൻഡ് ചെയ്യണോ ചേച്ചി? അവൾ വിളിച്ചു ചോദിച്ചു. ആ, ആരാണെന്ന് നോക്ക്. ടാനിയ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വന്നത്. നിങ്ങൾ എപ്പോഴാ എത്തിയത്? ഫുഡ് കഴിച്ചായിരുന്നോ എന്നെല്ലാം അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ബബിത ചേച്ചിയാ. അവൾ ഫോൺ അലീനയുടെ നേർക്ക് നീട്ടി. എന്റെ കയ്യിലെല്ലാം കുഴമ്പ, നീ എന്റെ ചെവിയിലോട്ട് പിടിച്ച് തന്നാൽ മതി. ടാനിയ അലീനയുടെ ചെവിക്കരികെ ഫോൺ പിടിച്ചു കൊടുത്തു. ഹലോ ബബിതേ, അലീന വിളിച്ചു. അലീന ചേച്ചി, അവിടെ എന്ത് ചെയ്യുക? ആന്റിയെ മസാജ് ചെയ്യുക. ടാനിയുടെ കയ്യിലാ ഫോണ്, എനിക്ക് കൈ ഒഴിവില്ല. ഞങ്ങൾ 4 മണിക്ക് മുമ്പ് എത്തി ചേച്ചി. അവിടെ എന്തുണ്ട് വിശേഷം മോളെ? ഇവിടെ മാമച്ചനങ്കിളും ഗ്രേസമ്മ ആന്റിയും ഷെറിനാന്റിയും ചിന്നുമോളും രേവതിക്കുട്ടിയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ചിന്നുമോളെ നീ ആദ്യമായിട്ടല്ലേ മോളെ കാണുന്നേ? ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ. നിന്റെ ടെൻഷനൊക്കെ മാറിയോ? ഇല്ല, വന്ന വഴിക്ക് പപ്പ എന്നെ കുറെ വഴക്ക് പറഞ്ഞു. അതോടെ ഇത്തിരി ധൈര്യം കിട്ടിയിട്ടുണ്ട്. ആഹാ, ഒരു 4 അടി കൂടി തരാൻ പപ്പയോട് പറയട്ടെ, കുറച്ചുകൂടി ധൈര്യം കിട്ടട്ടെ. പക്ഷെ ചേച്ചി, ഞാനും പപ്പയും ഇപ്പൊ വേറൊരു ടെൻഷനില്ല. എന്ത് ടെൻഷൻ? പറഞ്ഞാ ചേച്ചി വിശ്വസിക്കത്തേ ഇല്ല. ഓ, അതെന്താണ് പോലും അത്ര വലിയ സംഗതി? പറയട്ടെ? പറയടി. ഞാനും പപ്പയും കൂടി ഒരു ഹോട്ടലിൽ കാപ്പി കുടിക്കാൻ കയറി. ഞാനൊരു ഐസ്ക്രീം പറഞ്ഞു, പപ്പ കോഫിയും. അല്ലെങ്കിലും നീ ഒരു ഐസ്ക്രീമുകാരിയാണല്ലോ. ഞങ്ങൾ ഫാമിലി ക്യാബിലായിരുന്നു. വാതി തുറക്കുന്ന ശബ്ദം കേട്ടു നോക്കിയപ്പം ഒരു സ്ത്രീ നേരെ മുമ്പിൽ നിൽക്കുന്നു. ആരാ? ആരാണെന്ന് പറ. ഗ്രേസമ്മ ആന്റിയാണോ? അയ്യോ അല്ല, അമ്മ, സാക്ഷാൽ വൈജയന്തി. അലീനയുടെ മുഖത്തെ ഷോക്ക് ടാനിയ കണ്ടു. അവൾ ഫോൺ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സത്യമാണോടി നീ പറഞ്ഞത്? സത്യം. എന്റെ യേശുവേ, അതെങ്ങനെ സംഭവിച്ചു? വേഗം പറ. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല ചേച്ചി. പപ്പയെ കണ്ടില്ലേ? കണ്ടു. എന്നിട്ട്? രണ്ടുപേരും വല്ലാണ്ട് ഷോക്കായി പോയി. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഈ ലോകത്തൊന്നുമല്ലായിരുന്നു. ശ്വാസമില്ല, അനക്കമില്ല, ഒന്നുമില്ല. അതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ഒന്നും സംസാരിച്ചില്ലടി? ഇല്ല. ആ സമയത്ത് ഒരു പെൺകുട്ടി ടീച്ചറെ അന്വേഷിച്ച് വന്നു. അമ്മ അപ്പൊ തന്നെ തിരിഞ്ഞു നടന്നുപോയി. പപ്പ പുറകെ നിന്ന് നോക്കിയപ്പോഴേക്കും അമ്മ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറിപ്പോയി. സ്റ്റുഡൻസിനെയും കൊണ്ട് ടൂർ പോയതോ മറ്റോ ആയിരുന്നു. പപ്പ എന്തു പറഞ്ഞു? ആബ്സെന്റ് മൈൻഡായിരുന്നു പപ്പ. ഇപ്പോഴും നോർമലായിട്ടില്ല. ഇനിയിപ്പോ വലിയ പ്രശ്നമാകുമല്ലോ മോളെ. അതുതന്നെയാ പപ്പയും പറയുന്നേ. അമ്മ ഇനി അടങ്ങിയിരിക്കില്ല. നീ എവിടെയായിരുന്നു, എങ്ങനെ പപ്പയുടെ കൂടെ കാണാൻ ഇടയായി എന്നെല്ലാം അന്വേഷിക്കൂ. ഇനി എന്താ ചേച്ചി ചെയ്യേണ്ടത്? നീ പപ്പയോട് ചോദിച്ചില്ലേ? പപ്പ പറഞ്ഞു അലീന ചേച്ചിയോട് ചോദിക്കാൻ. അലീന 2 നിമിഷം ആലോചിച്ച് നിന്നു. മോളെ, നീ ഇപ്പൊ ഫോൺ കട്ട് ചെയ്തോ, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞാനില്ലേ, ധൈര്യമായിട്ടിരുന്നു. അമ്മയോ കൊല്ലപ്പള്ളിക്കാരോ ആരെങ്കിലും വിളിച്ചാലോ ചേച്ചി? ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ നീ ഒരു കോളും എടുക്കണ്ട. എന്നാ ശരി മോളെ, കോള് കട്ട് ചെയ്തേക്ക്, അലീന ടാനിയയോട് പറഞ്ഞു. അലീനയുടെ മുഖത്തെ അമ്പരപ്പും ജാഗ്രതയും ടാനിയയിൽ വിസ്മയമുളവാക്കി. എന്താ ചേച്ചി പ്രശ്നം? സീരിയസ് ആണോ?
അത്ര വലിയ പ്രശ്നമെന്ന് പറയാനും മാത്രം ഒന്നുമില്ല. എന്നോട് പറയാൻ മടിയാണെങ്കിൽ വേണ്ട. നിന്റെ അടുത്ത് ഒളിച്ചു വയ്ക്കാൻ എനിക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ പറയാം. പിന്നീടുള്ള അലീനയുടെ മസാജിങ് തികച്ചും യാന്ത്രികമായിരുന്നു. എങ്ങനെയോ അവൾ ജോലി തീർത്തു. എൽസമ്മയെ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ പൗലോസിനെ ചുമതലപ്പെടുത്തി. അതിനുശേഷം അവൾ ബാലചന്ദ്ര മേനോനെ ഫോണിൽ വിളിച്ചു. മേനോനെ ലൈനിൽ കിട്ടിയപ്പോൾ അവൾ ബബിത പറഞ്ഞ സംഭവം അയാളെ അറിയിച്ചു. നീ എന്തിനാ എന്നോട് ആലോചിക്കാതെ ബബിതയെ സ്റ്റാൻഡിയോടൊപ്പം അയച്ചത്? ബാലചന്ദ്ര മേനോൻ കുറ്റപ്പെടുത്തി. അച്ഛനെ വെറുതെ ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് കരുതി. എനിക്കെന്ത് ടെൻഷൻ? അല്ലെങ്കിൽ തന്നെ ഞാൻ ടെൻഷനില്ലാതെയാണോ ജീവിക്കുന്നത്? കഴിഞ്ഞ 1 വർഷമായിട്ട് അതിന്റെ എവറസ്റ്റിൽ കയറി നിൽക്കുന്നവനാണ് ഞാൻ. ബബിതയെ തിരികെ പോലീസ് വന്നെന്ന് കേട്ടാൽ ഞാൻ പേടിച്ചു വിറയ്ക്കുമോ? പോലീസ് അവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ തന്നെയല്ലേ നിന്നെ വിളിച്ചു പറഞ്ഞത്. ബബിതയുടെ മനസ്സുകൂടി നോക്കണ്ടേ അച്ഛാ? അച്ഛനോട് പറയാത്തത് പലതും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനും ബബിതയും കൂടി എറണാകുളത്ത് പോയി അസിസ്റ്റന്റ് കമ്മീഷണറെ കണ്ട് സംസാരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് പപ്പ അവളുടെ കൂടെയുള്ളതാണെന്ന് തോന്നി. അവൾക്കും അതായിരുന്നു താല്പര്യം. അതേസമയം അച്ഛനായിരുന്നെങ്കിൽ അച്ഛൻ വിചാരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായേനെ. ഛേ, ഇനി ഇതിന്റെ സത്യം അന്വേഷിച്ചറിയാതെ ജയന്തി ഉറങ്ങില്ല. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ അച്ഛാ, യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയതല്ലേ. അച്ഛൻ വിഷമിക്കണ്ട, ഇതെങ്ങനെയെങ്കിലും ഞാൻ പരിഹരിച്ചോളാം. നിനക്ക് എന്തു ചെയ്യാൻ പറ്റും? ജയന്തി എനിക്ക് കോട്ടുകാളി കിട്ടണം. എന്റെ വക്കിൽ ഞാൻ തന്നെയാ. അവളെ ക്രോസ് വിസ്തരിക്കുന്നത് ഞാൻ തന്നെയായിരിക്കണം. അതെന്റെ ഒരു പ്രതിജ്ഞയാ. അതിനു മുൻപ് അവൾ സത്യം അറിയരുത്. എന്നിട്ട് അച്ഛൻ എന്ത് നേടാൻ പോകുന്നു? എവറസ്റ്റിൽ നിന്ന് താഴെ ഇറങ്ങുമോ? നീ ഫോൺ കട്ട് ചെയ്തേക്ക്. ഞാനിപ്പോ നിന്നോട് സംസാരിച്ച ശരിയാവില്ല. ഞാനൊരു ദിവസം അച്ഛനെ കാണാൻ വരുന്നുണ്ട്. എനിക്ക് സംസാരിക്കണം. ബബിതയുടെ കാര്യമാണോ? അല്ല, എന്റെ കാര്യം. നിനക്കെന്തു പറ്റി? നേരിട്ട് കാണുമ്പം പറയാം. ഇപ്പൊ വയ്ക്കട്ടെ. ജയന്തിയോ ശിവേട്ടനോ ഇന്ന് തന്നെ ബബിതയെ വിളിക്കും. സ്റ്റാൻലിയെ അന്വേഷിക്കാനും നീക്കമുണ്ടായേക്കും. വിവരങ്ങൾ അപ്പോൾ എന്നെ അറിയിക്കണം. ഞാൻ അറിയിച്ചോളാം. വയ്ക്കുവാണേ. അലീന കോൾ കട്ട് ചെയ്തു. എക്സ് മിലിറ്ററിക്കാർ രണ്ടുപേരും ടെറസിലാണ് ഒത്തുകൂടിയത്. കുപ്പി സ്റ്റാൻലിയുടെ കാറിന്റെ ഡിക്കിയിലുണ്ടായിരുന്നു. സോഡയും വെള്ളവും ഐസും കൊണ്ടുവന്ന് കൊടുക്കുന്നതിനിടയിൽ രേവതിക്കുട്ടി മാമച്ചനെ നോക്കി അർത്ഥം വെച്ച് മൂളി. അലീന ചേച്ചിയുടെ പപ്പയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. കുപ്പിയുടെ അളവും വെള്ളത്തിന്റെ അളവും സോഡയുടെ അളവും എല്ലാം എനിക്കറിയാം. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരു മീഡിയം സൃഷ്ടിച്ചെന്നേ ഉള്ളൂ, മാമച്ചൻ പറഞ്ഞു. നടക്കട്ടെ. രേവതിക്കുട്ടി തിരികെ പോയി. ഔപചാരികമായിരുന്നു സ്റ്റാൻലിയും മാമച്ചനും തമ്മിലുള്ള സംഭാഷണം. മിലിട്ടറിയിൽ അവർ വഹിച്ചിരുന്ന സ്ഥാനമാനങ്ങളുടെ വ്യത്യാസം തുറന്നിടപഴകുന്നതിൽ അവർക്കിടയിൽ ഒരു തടസ്സമായി നിന്നു. എങ്കിലും താൻ ബബിതയെയും കൂട്ടി എറണാകുളത്ത് എത്താനുള്ള സാഹചര്യം സ്റ്റാൻലി മാമച്ചനോട് ചുരുക്കി പറഞ്ഞു. മാമച്ചൻ ക്ലബ്ബ് വഴിയെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ പരിചയമുണ്ട്. തന്നെ കൊണ്ട് കഴിയും വിധം സഹായിക്കാമെന്ന് മാമച്ചൻ ഉറപ്പു കൊടുത്തു. ബബിതയും രേവതിക്കുട്ടിയും ചിന്നുമോളും ഗ്രേസമ്മയും ഷെറിനും ഡൈനിങ് ഹാളിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ ബബിതയുടെ മൊബൈലിൽ ഒരു കോൾ വന്നു. നമ്പർ കണ്ടപ്പോൾ അത് കൊല്ലപ്പള്ളി വീട്ടിൽ നിന്നുള്ള കോളാണെന്ന് അവൾക്ക് മനസ്സിലായി. ബബിത എഴുന്നേറ്റ് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ബബിതയാ. നിന്നെ എത്ര തവണ വിളിക്കണമെടി? നിന്റെ ഫോൺ എവിടെയാ വെച്ചിരിക്കുന്നേ? എത്ര തവണ റിങ് ചെയ്താലും നീ ഫോൺ എടുക്കില്ലേ? ശിവശങ്കരൻ അങ്കിളുടെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. അയ്യോ അങ്കിളെ, ഫോൺ ബാത്റൂമിൽ മറന്നു വെച്ചിരിക്കുകയായിരുന്നു. മിസ് കോൾ കണ്ടാൽ തിരിച്ചു വിളിക്കാനുള്ള സാമാന്യ മര്യാദ പോലും നിനക്കില്ലെന്നായോ? സോറി അങ്കിൾ, ഞാൻ കണ്ടില്ല. നീ ഇപ്പോ എവിടെയാ? എറണാകുളത്ത്. എറണാകുളത്ത് എവിടെ? മാമച്ചൻ അങ്കിളിന്റെ വീട്ടിൽ. അതാരാണ്? അലിനി ചേച്ചിയുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് രേവതിക്കുട്ടി ഇവിടെയാ ഉള്ളത്. ഓഹോ, നീ ഇന്ന് പകൽ പുറത്തു പോയിരുന്നോ? പോയി. നിന്റെ അമ്മ പറഞ്ഞു നിന്നെ ഒരു ഹോട്ടലിൽ വെച്ച് ഒരു അന്യപുരുഷന്റെ കൂടെ കണ്ടെന്ന്. ആ അന്യപുരുഷൻ പ്രയോഗം കരുതിക്കൂട്ടിയുള്ളതാണെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. അന്യപുരുഷനോ? അമ്മ അങ്ങനൊന്നും പറയത്തില്ലെന്ന് എനിക്കറിയാം. ആരായിരുന്നു നിന്റെ കൂടി ഉണ്ടായിരുന്നയാൾ? ബബിത ജാഗരൂകിയായി. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫ്. അറ്റൻഷനായി നിന്ന് പറയും പോലെ അച്ചടി വടിവിൽ ബബിത പറഞ്ഞു കൊടുത്തു. മറുവശത്ത് നിശബ്ദത. ബബിത ഊണുമേശക്കരിയിൽ നിന്ന് നടന്ന് കോണിച്ചൂട്ടിൽ എത്തിയിരുന്നു. അങ്കിൾ ഫോൺ വെച്ചിട്ട് പോയോ? ബബിത സെൽഫോൺ കവിളത്തേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാനിവിടെ ഉണ്ട്. ശിവശങ്കര മേനോന്റെ മറുപടി വന്നു. അങ്കിൾ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? നീ മിണ്ടാത്തത് കൊണ്ട്. അങ്കിൾ ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞല്ലോ. നീ ഏതൊരു പേര് പറഞ്ഞത് ഞാൻ ശരിക്ക് കേട്ടില്ല. സ്റ്റാൻലി ജോസഫ് എന്നാണ് പറഞ്ഞത്. ഇപ്പോ കേട്ടോ? കേട്ടു. നീയും അയാളും തമ്മിൽ എന്തു ബന്ധം എന്നാണ് ചോദിച്ചത്.
പരിചയം മാത്രം, ഫ്രണ്ട്സ്. 19 വയസ്സ് മാത്രമുള്ള നിനക്ക് 55-അടുത്ത് പ്രായമുള്ളയാൾ ഫ്രണ്ടോ? അയ്യോ, സ്റ്റാൻലി ജോസഫിന് 55 വയസ്സുണ്ടെന്ന് അങ്കിളിന് എങ്ങനെ അറിയാം? ഞാൻ പേര് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ആ, അത് പിന്നെ റിട്ടയർഡ് എന്ന് നീ പറഞ്ഞില്ലേ? അത് വോളണ്ടറി റിട്ടയർമെന്റാ. അങ്കിൾ 45-ന് മുൻപ് VRS എടുത്തു. അല്ല, ജയന്തി പറഞ്ഞു കണ്ടാലൊരു 55 വയസ്സ് തോന്നിക്കുമെന്ന്. അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ ശരിയാ. ബബിത ചിരിച്ചു. എന്ത് ശരി? നിനക്ക് എങ്ങനെയാണ് അയാളെ പരിചയം? അയ്യോ അങ്കിളെ, അദ്ദേഹം മാമച്ചൻ അങ്കിളിന്റെ റിലേറ്റീവാ. എടി, വെറുമൊരു പരിചയം മാത്രം വെച്ച് നീ അയാളുടെ കൂടെ കാറിൽ യാത്ര ചെയ്യുന്നതും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്കിളെ, ഞങ്ങൾ എല്ലാവരും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. അവരെല്ലാം കടയുടെ മുന്നിൽ ഇറങ്ങി. അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ലാഞ്ഞിട്ടാ ഞങ്ങൾ ഹോട്ടലിന്റെ മുൻപിൽ കൊണ്ടുവന്ന് കാർ നിർത്തിയത്. ഹോട്ടലുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ കയറി ഒരു കാപ്പി കഴിക്കാമെന്ന് വിചാരിച്ചപ്പം ദേ അമ്മ കൃത്യം മുമ്പിൽ. നീ എന്താ മറ്റുള്ളവരോടൊപ്പം ഇറങ്ങാതിരുന്നേ? സ്റ്റാൻലി അങ്കിൾ ഒറ്റയ്ക്കല്ലേന്നോർത്ത് ഒരു കൂട്ടിനിരുന്നതാ. ഇതൊന്നും ശരിയല്ല. നീ അലീനയുടെ കൂടെ പോയവളല്ലേ? അലീന ചേച്ചിയുടെ കൂടെ പോയത് ശരിയാണോ? അലീന ചേച്ചി എന്റെ ആരാ? അങ്കിൾ എന്തുകൊണ്ടാ ഒരു വേലക്കാരി പെണ്ണിന്റെ കൂടെ വീട് വിട്ടു പോകാൻ എന്നെ അനുവദിച്ചത്? നിനക്ക് അവളെ കൂടാതെ പറ്റത്തില്ല എന്ന് നീ വാശി പിടിച്ചത് കൊണ്ട്. സ്റ്റാൻലി അങ്കിളിനെ കൂടാതെ എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞ അതും സമ്മതിക്കോ? ഇതൊന്നും ശരിയില്ലാന്ന് അങ്കിൾ പറഞ്ഞല്ലോ. എന്റെ അമ്മ അച്ഛനോട് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ശരിയാണോ? കൃഷ്ണമോളെയും കൂട്ടി വാടക വീടെടുത്ത് താമസിക്കുന്നത് ശരിയാണോ? ഡിവേഴ്സ് കേസുമായി ഫാമിലി കോർട്ടിൽ പോയത് ശരിയാണോ? അച്ഛൻ വീട് പൂട്ടിയിട്ട് ഹോട്ടൽ മുറിയിൽ പോയി താമസിക്കുന്നത് ശരിയാണോ? നിന്റെ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് നിന്റെ അച്ഛന്റെ കയ്യിരിപ്പ് കൊണ്ടാ. അമ്മ ചെയ്തതെല്ലാം ശരിയാണോ? അമ്മ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അങ്കിളിന് ആണയിട്ട് പറയാമോ? നീ എന്താ ഭവിതേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്നെ അപരിചിതമായ ഒരു സ്ഥലത്ത് വെച്ച് അപരിചിതനായ ഒരാളോടൊപ്പം കണ്ടു. അതാരാണെന്നും എന്താണെന്നും ചോദിച്ചതല്ലേ ഉള്ളൂ. ചോദിക്കണ്ടേ? എന്തുകൊണ്ടാ അമ്മയത് ചോദിക്കാഞ്ഞേ? അമ്മയ്ക്ക് അവിടെ വെച്ച് തന്നെ ചോദിക്കാമായിരുന്നല്ലോ. അമ്മ ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. അത് പിന്നെ അവൾ കോളേജിലെ കുട്ടികളെയും കൊണ്ട് ടൂർ പോയിട്ട് വരുമ്പോഴാ നിന്നെ കണ്ടത്. ഓർക്കപ്പുറത്ത് കണ്ടപ്പോ അന്തം വിട്ട് കാണും. അപ്പോഴേക്കും പോകേണ്ട സമയവുമായി. സ്വന്തം മകൾ ഒരാപത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ടാൽ, അവളെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ച് അപരിചിതനായ ഒരു പുരുഷനോടൊപ്പം കണ്ടാൽ ഏതെങ്കിലും ഒരമ്മ അങ്ങനെ വിട്ടിട്ട് പോകുമോ? കൂടെയുള്ള 1000 കുട്ടികളെ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും അമ്മ സ്വന്തം കുഞ്ഞിന്റെ കാര്യമല്ലേ ആദ്യം നോക്കൂ. ശിവശങ്കരന് മറുപടിയില്ല. ബബിത മർമ്മസ്ഥാനത്ത് തന്നെയാണ് കുത്തിയത്. അല്പം കഴിഞ്ഞ് ഒരു തണുത്ത ചോദ്യം വന്നു. ഇപ്പൊ നീ എവിടെയാ? എറണാകുളത്ത് മാമച്ചൻ അങ്കിളിന്റെ വീട്ടിൽ. നീ എന്തിനാ വല്ലവരുടെയും വീട്ടിൽ പോയി താമസിക്കുന്നേ? കുറെ നാളായിട്ട് ഞാൻ വല്ലവരുടെയും വീട്ടിലാണല്ലോ താമസം. അലീനയുണ്ടോ നിന്റെ കൂടെ? ഇപ്പമില്ല, വേറൊരിടത്താ. നീ എന്ന് തിരിച്ചു പോകും? നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ചിലപ്പോ ജയന്തി നിന്നെ വിളിക്കും. നീ ഫോൺ എടുക്കാതിരിക്കരുത്. ശരി അങ്കിൾ. ഓക്കെ. കോൾ ഡിസ്കണക്റ്റ് ആയി. ബബിത ഉടൻ തന്നെ അലീനയെ വിളിച്ചു. ചേച്ചി, കൊല്ലപ്പള്ളിന്ന് അങ്കിൾ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിന്നോട് എന്തൊക്കെ ചോദിച്ചു? നീ എന്തൊക്കെ പറഞ്ഞു? അലീനയുടെ ആകാംക്ഷ അവളുടെ സ്വരത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ എല്ലാം പറഞ്ഞു. ബബിത ശിവശങ്കരൻ അങ്കിളുമായുണ്ടായ സംഭാഷണങ്ങളുടെ ചുരുക്കം അലീനയെ ധരിപ്പിച്ചു. അങ്കിളിന് സംശയമൊന്നുമില്ലല്ലോ? നീ പതറിപ്പോയോ? ഇല്ല, ഞാൻ അത്ര വലിയ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ. ഷോപ്പിങ്ങിന് പോയപ്പം പാർക്കിംഗ് സൗകര്യം നോക്കി ഹോട്ടലിൽ കയറിയെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നുണ. ബാക്കിയെല്ലാം സത്യമല്ലേ? അങ്കിളിന് തൃപ്തിയായോ? അതോ ഇനിയും വിളി വരുവോ? അമ്മ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. നീ ഒന്നും വിട്ടു പറയരുത് കേട്ടോ. ഇനിയെങ്കിലും അമ്മയെല്ലാം അറിയണ്ടേ ചേച്ചി? എത്ര കാലം ഒളിച്ചു വയ്ക്കും? സത്യം പറഞ്ഞ അമ്മയ്ക്കല്ലേ ഇതറിയാൻ ഏറ്റവും അവകാശം. ബാക്കി എല്ലാവരും അറിയുകയും അമ്മ മാത്രം അറിയാതിരിക്കുകയും ചെയ്യുന്നത് വലിയ കഷ്ടം തന്നെയാ. സാരമില്ലടി, ഞാനും പപ്പയും കൂടി ഒരു ദിവസം പാലായിൽ വരുന്നുണ്ട്. അന്ന് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമുണ്ടാകും. അമ്മയെ കാണാനാണോ വരുന്നേ? ആദ്യം അച്ഛനെ, എന്നിട്ടേ തീരുമാനമുണ്ടാകൂ. എന്ന് കാണണമെന്ന് തീരുമാനമായിട്ടില്ല. അതിനു മുൻപ് ഇത്തിരി ജോലി കൂടി തീർക്കാനുണ്ട്. എന്ത് ജോലി? എനിക്ക് തിരിച്ചു പോകണ്ടേ? അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം. സ്നേഹനികേതനം വീണ്ടും തുടങ്ങി വയ്ക്കണം. പിന്നെ എല്ലാവരോടും യാത്ര പറയണം. പോകാൻ നേരത്തല്ലേ യാത്ര പറയേണ്ടത്? അല്ല, ഞാൻ പോകുന്നത് ആരും അറിയരുത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങളൊക്കെ വിട്ടിട്ട് ചേച്ചിക്ക് പോകാൻ പറ്റോ? ഞങ്ങളങ്ങനെ വിട്ടേക്കോ? അങ്ങനെ പോയാൽ തന്നെ ഒരു സൈന്യം ഉണ്ടാകും പുറകെ.
മറുപുറത്ത് അലീനയുടെ അടക്കിയ ചിരി കേട്ടു. കള്ളി, ചുമ്മാ പറഞ്ഞതാ അല്ലേ? ഞാൻ സത്യം പറഞ്ഞതാ. നമുക്ക് കാണാമേ. ഇതാരോടാ ഈ വർത്തമാനം? രേവതിക്കുട്ടിയുടെ ചോദ്യം കേട്ട് ബബിത തിരിഞ്ഞു. വൈക്കട്ടെ എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തിട്ട് ബബിത രേവതിക്കുട്ടിയോട് പറഞ്ഞു, അലിനി ചേച്ചിയോടായിരുന്നു. വല്ലതും കഴിക്കണ്ടായോ? വാ. രേവതിക്കുട്ടി അവളെ ഊണുമേശയിലേക്ക് കൊണ്ടുപോയി. മാമച്ചനെയും സ്റ്റാൻലിയെയും ഷെറിൻ പോയി വിളിച്ചു കൊണ്ടുവന്നു. അത്താഴം കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകാനും മേശയും സ്ലാബും ഫ്ലോറും തുടയ്ക്കാനും ബബിതയും സഹകരിച്ചു. അവൾ അതെല്ലാം വൃത്തിയായും ചിട്ടയായും ചെയ്യുന്നത് രേവതിക്കുട്ടിയെ ആശ്ചര്യപ്പെടുത്തി. രാത്രിയിൽ ഒരു മുറിയിലാണ് അവർ കിടന്നത്. അലീന വരുമ്പോൾ കിടക്കാറുള്ള കട്ടിൽ തന്നെ രേവതിക്കുട്ടി അവൾക്ക് വേണ്ടി വിരിച്ചു കൊടുത്തു. ബബിതയ്ക്ക് വന്ന ചേഞ്ച് കണ്ടിട്ട് അതിശയം തോന്നുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടി അവൾക്ക് അഭിമുഖമായി ചെരിഞ്ഞു കിടന്നുകൊണ്ട് സംസാരിച്ചു. ഞാൻ പാലായിലെ വീട്ടിൽ വന്നിട്ട് കണ്ടിട്ടുള്ളതല്ലേ. എന്നോടൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുന്ന മുഖം. പിന്നെ അലീന ചേച്ചിയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞിട്ടുണ്ട്? അലീന ചേച്ചിയുടെ അടുത്ത് ദേഷ്യമായി നിന്ന്. അത്രേ ഉള്ളൂ? വേറെന്താ? ഞാൻ ഉപദ്രവിച്ചതൊന്നും പറഞ്ഞിട്ടില്ലേ? അലീന ചേച്ചി അങ്ങനെ ആരുടെയും കുറ്റം പറയാറില്ലല്ലോ. ദേഷ്യാണെന്ന് പറഞ്ഞത് തന്നെ സങ്കടം വന്നിട്ടാ. ബബിത നെടുവീർപ്പിട്ടു. ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാനിപ്പം അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യുക. സന്തോഷത്തോടെയാ കേട്ടോ ചെയ്യുന്നേ. പോരാന്നൊരു തോന്നൽ. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. താഴെ ഇരിക്കണമെന്ന് അലീന ചേച്ചി എപ്പോഴും പറയും. എങ്കിലേ എപ്പോഴെങ്കിലും കസേര കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂ. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കസേര പിടിച്ചെടുത്ത് അതിലിരുന്നിട്ട് താഴെ ഇറങ്ങേണ്ടി വരുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ. ഞാൻ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് കസേരയിലിരുന്നവളാ. അന്ന് ദേഷ്യമായിരുന്നു എല്ലാവരോടും. എന്തു കിട്ടിയാലും തൃപ്തിയില്ല. ആരോടും സന്തോഷമില്ല. ഇപ്പം എന്തൊരു സമാധാനം. അലീന ചേച്ചി പറയും, നിറയെ കായ്ച്ച ശിഖരം തല താഴ്ത്തി നിൽക്കുമെന്ന്. ഫലങ്ങളുടെ ഭാരം കൊണ്ടാ. മനുഷ്യരും അതുപോലെയാകണം. സ്നേഹവും ദയവും കാരുണ്യവും എളിമയും ഉള്ളവർ വിനയത്തോടെ പെരുമാറും. ഇനിയും ഇങ്ങനെ എന്തെല്ലാം അലീന ചേച്ചി നിന്ന് ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ബബിത പറഞ്ഞു നിർത്തി. ബബിത കോളേജിൽ പോകുന്ന കാര്യം എന്തായി? ഈ വർഷം പോട്ടേന്ന് വെച്ചു. അതിനേക്കാൾ നല്ലൊരു കോഴ്സല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നേ. ഇനി എവിടെ പോയാലും അലീന ചേച്ചിയുടെ കൂടെയായിരിക്കും ഞാൻ. അത് തീരുമാനിച്ചു കഴിഞ്ഞു. അലീന ചേച്ചിക്ക് വേണമെങ്കിൽ കോളേജിൽ വിട്ട് പഠിപ്പിക്കാം. കടൽക്കിഴവന്റെ കഥ പോലെയായി അല്ലേ? രേവതിക്കുട്ടി ചിരിച്ചു. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ സ്റ്റാൻലി ബബിതയെയും കൂട്ടി ഹൈക്കോർട്ടിന് പിന്നിലുള്ള SP ഓഫീസിലേക്ക് പോയി. SP ജയമോഹൻ ഓഫീസിലുണ്ടായിരുന്നു. സന്ദർശനാനുമതി വാങ്ങി സ്റ്റാൻലി ബബിതയെയും കൂട്ടി ഓഫീസ് റൂമിലേക്ക് കടന്നു ചെന്നു. SPക്ക് സ്വയം പരിചയപ്പെടുത്തി. SP സ്റ്റാൻലിയെ അടിമുടി നോക്കി. അയാളോട് ചേർന്ന് നിന്ന് ബബിതയും. നിങ്ങളാണ് അന്വേഷണത്തിന് വന്ന ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചത് അല്ലേ? SP പരുഷസ്വരത്തിൽ ചോദിച്ചു. ഞാനല്ല ഭീഷണിപ്പെടുത്തിയത്, അവർ എന്നെയാണ്. അവർ ചോദ്യം ചെയ്യാൻ വന്ന പെൺകുട്ടിയെ കാണാൻ പോലും നിങ്ങൾ സമ്മതിച്ചില്ല എന്നാണല്ലോ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് തെറ്റായ റിപ്പോർട്ടാണ്. അവരുടെ ഉദ്ദേശശുദ്ധിയിൽ എനിക്ക് സംശയം തോന്നി. അവർ ചില മുൻവിധികളോടെയാണ് വന്നത്. സെക്സ് റാക്കറ്റിലെ അംഗമാണ് ഈ പെൺകുട്ടി. ഇവളെ അറസ്റ്റ് ചെയ്ത് കളയുമെന്നും എന്നെ ഭീഷണിപ്പെടുത്തി. അതല്ല സത്യമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ കേൾക്കാൻ തയ്യാറായില്ല. ഇവളാണോ ബബിത? അതെ. നിനക്കെന്താടി, വാലുണ്ടോ? 2 പോലീസ് ഓഫീസർമാർ വന്നാൽ കാണാൻ എന്താ നിനക്കിത്ര അറപ്പ്? നിന്റെ വീഡിയോ ഞങ്ങൾ കണ്ടു. അവിടെ ഈ അറപ്പും അഹന്തിയും ഒന്നും കണ്ടില്ലല്ലോ. SP ആക്രോശിച്ചു. ബബിത നടുങ്ങിപ്പോയി. സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളുടെ വായിൽ വാക്കുകൾ ചീഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതങ്ങ് വിഴുങ്ങണം. നിങ്ങൾ തന്തയ്ക്ക് വരുന്ന പോലീസുകാരാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവളെയും കൂട്ടി ഓഫീസിൽ കയറി വന്നത്. സ്റ്റാൻലിയുടെ കവിൾത്തടങ്ങൾ വിറകൊണ്ടു. SP മുഖം ചുവന്നു. അയാൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. താൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ താൻ എന്തു ചെയ്യും? ഞാൻ പലതും ചെയ്യും, സ്റ്റാൻലി പറഞ്ഞു. ബബിത ഭയവിഹ്വലയായി സ്റ്റാൻലിയെ നോക്കി. പപ്പ ഇപ്പോൾ പൊട്ടിത്തെറിച്ചേക്കുമെന്ന് അവൾക്ക് തോന്നി. കടപ്പല്ല് ഞെരിക്കുന്ന ഒച്ച കേൾക്കാമായിരുന്നു. ഞാൻ ജീവിച്ചു മടുത്തവനാണ്. താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്റ്റാൻലി അയാളുടെ മൂക്കിന് നേർക്ക് വിരൽ ചൂണ്ടി. SP ചെറുപ്പക്കാരനായിരുന്നു. സ്റ്റാൻലിയുടെ ആകാര ഗാംഭീര്യവും കണ്ണുകളിൽ തിളങ്ങിയ കടുവയുടെ ക്രൗര്യവും മുഖത്ത് തിളച്ച ക്രോധവും തീക്കനൽ പോലെ ജ്വലിച്ച വാക്കുകളും അയാളെ ഒരു നിമിഷത്തേക്ക് അധീരനാക്കി. കേവലം ഒരു സിവിലിയനല്ല, ആർമിയിൽ ഉന്നതമായ ഒരു പദവിയിലിരുന്ന ഓഫീസറാണ് മുൻപിൽ നിൽക്കുന്നതെന്ന ചിന്തയും അയാൾക്കുണ്ടായി. മോളിരിക്ക്, സ്റ്റാൻലി കസേര ചൂണ്ടിക്കാട്ടി. ബബിത ഒന്ന് മടിച്ചു. ടേക്ക് യുവർ സീറ്റ്, സ്റ്റാൻലി കർശനമായി പറഞ്ഞതോടെ അവൾ ഇരുന്നു. തൊട്ടടുത്ത കസേരയിൽ സ്റ്റാൻലിയും ഇരുന്നു.
നിങ്ങൾ മര്യാദ കാണിക്കാത്തതുകൊണ്ട് ഞാൻ മര്യാദ എടുക്കുകയാണ്, സ്റ്റാൻലി പറഞ്ഞു. എസ് പിയുടെ മേശപ്പുറത്ത് ടെലിഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അയാൾ റിസീവർ എടുത്തു. മേലുദ്യോഗസ്ഥനാണ് വിളിച്ചതെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. എസ് പി ഭവ്യതയോടെയാണ് സംസാരിച്ചത്. സാർ, എത്തിയിട്ടുണ്ട്. ഉവ്, സംസാരിച്ചു തുടങ്ങുന്നതേയുള്ളൂ. ഇല്ല. ശരി സാർ. ഉണ്ട്. ഓക്കെ സാർ. എസ് പി റിസീവർ വച്ചു. എന്നിട്ട് കസേരയിലേക്ക് ഇരുന്നു. ബബിതയും സ്റ്റാൻലിയെ നോക്കി. ഉച്ചതിരിഞ്ഞ് കമ്മീഷണർക്ക് നിങ്ങളെ കാണണമെന്ന്. 4 മണിക്ക്. കമ്മീഷണറുടെ ഓഫീസ് അറിയാമോ? അത് ഞാൻ കണ്ടുപിടിച്ചോളാം, സ്റ്റാൻലി പറഞ്ഞു. ഇത് നിങ്ങൾ കരുതുന്നത് പോലെ നിസ്സാരമല്ല. വലിയ കോളിളക്കമുണ്ടാക്കിയേക്കാവുന്ന കേസാണ്. എസ് പി അല്പം ഭീഷണി കലർന്ന സ്വരത്തിൽ പറഞ്ഞു. അതിനാണ് ഞങ്ങളും വന്നത്, കോളിളക്കമുണ്ടാക്കാൻ. ഉണ്ടാകട്ടെ. താങ്കൾ ആരാണ് ഈ കുട്ടിയുടെ? ലോക്കൽ ഗാർഡിയൻ. തെളിവുണ്ടോ? എന്തെങ്കിലും രേഖ? തെളിവുണ്ടാക്കാം, ആവശ്യം വരട്ടെ. ബബിതയുടെ അച്ഛൻ ബാലചന്ദ്ര മേനോനും അമ്മ വൈജയന്തിയുമാണെന്നാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. സ്റ്റാൻലി എങ്ങനെ ബന്ധുവാകുമെന്നും ലോക്കൽ ഗാർഡിയൻ ആകുമെന്നും വിശദീകരിക്കേണ്ടി വരും. ഞാൻ ഇവളെ ദത്തെടുത്തു, എൻ്റെ മകളായിട്ട്. അഡോപ്ഷൻ നടത്തിയതിന് ഡോക്യുമെന്റ് ഉണ്ട്. കോടതിയിൽ ഹാജരാക്കിയാൽ മതിയല്ലോ. ഇവളെങ്ങനെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടു? എസ് പി ചോദിച്ചു. ബൈ ചീറ്റിംഗ്. വിമൻസ് കോളേജിലെ കൂട്ടുകാരി ആങ്ങളെയാണെന്നും പറഞ്ഞ് ഒരുത്തനെ പരിചയപ്പെടുത്തി. അവനു വേണ്ടി റെക്കമെൻഡ് ചെയ്തും പ്രലോഭിപ്പിച്ചും പ്രേമത്തിൽ വീഴ്ത്തി. സ്വന്തം വീടാണെന്ന് പറഞ്ഞ് എവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. ഒടുവിലാണ് തിരിച്ചറിയുന്നത് ആങ്ങളെയും പെങ്ങളും വീടും ബന്ധുക്കളും സ്നേഹിതരും എല്ലാം സെക്സ് റാക്കറ്റിന്റെ നാടകമായിരുന്നുവെന്ന്. അപ്പോൾ തോന്നിയത് സൂയിസൈഡ് ചെയ്യാനാണ്. അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് കരപറ്റുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഹരാസ് ചെയ്യാൻ ശ്രമിച്ചാൽ സമ്മതിക്കില്ല ഞാൻ, സ്റ്റാൻലി ഒരു മുന്നറിയിപ്പിൽ നിർത്തി. ഏത് കോളേജിലാ പഠിച്ചിരുന്നത്? ആരൊക്കെയായിരുന്നു ഫ്രണ്ട്സ്? എസ് പി ചോദിച്ചു. ബബിത സ്റ്റാൻലിയെ നോക്കി. പപ്പ പറഞ്ഞാൽ മതി. ബബിതയ്ക്ക് പേടി മാറിയില്ല. പപ്പയെന്നാണോ വിളിക്കുന്നേ? അതെ, ബബിത പറഞ്ഞു. ശരി, പറയൂ, ഏത് കോളേജാ? നിന്നെ കുഴപ്പത്തിലാക്കിയ കൂട്ടുകാർ ആരൊക്കെയാ? ബബിത അതെല്ലാം എസ് പിയോട് പറഞ്ഞു. സോണിയ ഡേവിഡ്, താര കൃഷ്ണനുണ്ണി, സിദ്ധാർത്ഥൻ, സന്തോഷ്, ജീവൻ, പ്രണയം, യാത്രകൾ. ചിലതെല്ലാം അവൾ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഊഹത്തിന് വിട്ടുകൊടുത്തു. ഒടുവിൽ എസ് പി പറഞ്ഞു. ശരി, ഉച്ചതിരിഞ്ഞ് കമ്മീഷണറെ കാണുക. ഇപ്പോൾ പറഞ്ഞതൊന്നും മാറ്റി പറയരുത്. സ്റ്റാൻലി താങ്ക്സ് പറഞ്ഞ് ബബിതയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.